സെപ്റ്റംബർ 1 ആരംഭിച്ച വേതന സംരക്ഷണ നിയമത്തിന്റെ ഒന്നാം ഘട്ടം 3000-നുമേൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിലും രാജ്യത്തെ സ്വകാര്യ സ്കൂളുകളിലുമായിരുന്നു ഇതുവരെ നടപ്പാക്കിയിരുന്നത്. എന്നാൽ പ്രസ്തുത നിയമം ഇന്നു മുതൽ 2000 തൊഴിലാളികളുള്ള സ്ഥാപനങ്ങൾക്ക് കൂടി ബാധകമാകും. തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തലും തൊഴിൽ കരാറിൽ കാണിച്ചിട്ടുള്ള ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും കൃത്യമായി യഥാസമയം തന്നെ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയുമാണ് ഈ നിയമത്തിന്റെ ലക്ഷ്യം. പുതിയ നിയമപ്രകാരം തൊഴിലാളികളുടെ ശമ്പളം ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ. തൊഴിൽ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ പ്രത്യേക അപേക്ഷാ ഫോമിൽ തങ്ങളുടെ തൊഴിലാളികളുടെ പൂർണ്ണ വിവരങ്ങളും അവരുടെ ശമ്പളം നൽകിയ വിവരങ്ങളും തൊഴിലുടമ നൽകേണ്ടതായി വരും. ഈ വിവരങ്ങൾ ഓരോ മാസവും പുതുക്കുകയും എന്തെങ്കിലും മാറ്റങ്ങളുണ്ടെങ്കിൽ അവ ഓൺലൈൻ വഴി തന്നെ തിരുത്തുകയും ചെയ്യണം. ഇതുവഴി സ്ഥാപനങ്ങൾ തങ്ങളുടെ തൊഴിലാളികൾക്ക് നൽകുന്ന വേതനം നേരത്തെ തൊഴിൽ മന്ത്രാലയത്തിന് നൽകുന്ന വിവരങ്ങൾക്കനുസരിച്ച് തന്നെയാണെന്ന് മന്ത്രാലയത്തിന് നിരീക്ഷിക്കാൻ സാധിക്കും. 3 മാസത്തിൽ കൂടുതൽ തങ്ങളുടെ തൊഴിലാളികളുടെ വിവരങ്ങൾ പുതുക്കാതിരിക്കുന്ന സ്ഥാപനങ്ങൾക്ക് മന്ത്രാലയം പിഴ ചുമത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും തൊഴിലാളികൾക്ക് സ്ഥാപനങ്ങളുടെ അനുമതി ഇല്ലാതെ തന്നെ പുതിയ സ്പോൺസറിലേക്ക് മാറാൻ സാധിക്കും. യഥാസമയം വേതനം ലഭിക്കാതെ വരികയോ വേതനം സംബന്ധിച്ച തർക്കങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ ആധികാരിക രേഖയായി ബാങ്ക് അക്കൗണ്ട് രേഖകൾ ബന്ധപ്പെട്ട അധികാരികൾക്ക് മുമ്പിൽ സമർപ്പിക്കാൻ പുതിയ നിയമം മൂലം തൊഴിലാളികൾക്ക് സാധിക്കും. 200-ന് മുകളിൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ അടുത്ത വർഷം ജൂലൈ 5 മുതലും 100-ന് മുകളിൽ തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളിൽ ഒക്ടോബർ 6 മുതലുമായിരിക്കും വേതന സംരക്ഷണ നിയമം നടപ്പിൽ വരിക. സാദിഖ് അലി തുവൂർ, മീഡിയ 1.